ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ കീഴാവൂർ വാർഡ് മെമ്പർ ആയിട്ടുള്ള അനിൽ സാറാണ്. സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോവിഡ് ടൈമിലൊക്കെ കൃഷി ചെയ്തതാണല്ലോ, പക്ഷെ ഇപ്പൊ നമ്മൾ നിർത്തി. അപ്പോൾ കീഴാവൂരിലെ ആൾക്കാർ ഇപ്പോഴും കൃഷിയൊക്കെ ചെയ്ത് ഈ വാർഡിൽ നിന്നാണ് മലക്കറിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രചോദനം ചെയ്തത് ഈ വ്യത്യസ്തമായിട്ടുള്ള വാർഡ് മെമ്പർ ആണ്. ആൻഡ് അവിടുത്തെ വാർഡ് മെമ്പർ ആയിട്ടുള്ള അനിൽ സാറാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. വെൽക്കം സാർ. അപ്പോൾ നിങ്ങൾക്ക് 18 വാർഡുണ്ട്. അതിൽ സാർ വാർഡ് മെമ്പർ ആകുന്നത് 6ാമത്തെ വാർഡിലാണ്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കൃഷിയാണ്. എവിടെ നിന്നാണ് ആ ഒരു പ്രചോദനം വന്നത്? എനിക്ക് കൃഷി ഒരു പ്രചോദനമായത് ശരിക്കും അതിൻ്റെ ഒരു ആമുഖമായി പറഞ്ഞാൽ, ഇവിടെ ഞാൻ ജനപ്രതിനിധിയായി വരുന്നത് യാദൃച്ഛികമായി ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേക താല്പര്യം അനുസരിച്ചാണ് മത്സരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അതുവരെ ഇല്ലാത്തൊരു രാഷ്ട്രീയ മാറ്റത്തിന് ആളുകൾ തയ്യാറായി എന്നിൽ വലിയ പ്രതീക്ഷയോടെ ചെയ്തപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഈ നാടിൻ്റെ ഒരു കൾച്ചർ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു കാർഷിക മനസ്സുള്ള ആളുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പണ്ട് കാലത്ത് കൃഷിയായിരുന്നു ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം. അപ്പോൾ ആ സമയത്താണ് കൊറോണ കാരണം നമ്മുടെ നാട്ടിൽ എന്താണ് കൃഷിയുടെ പ്രാധാന്യം എന്നുള്ളതും സ്വയം പര്യാപ്തമാകേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയൊരു കാലഘട്ടമായിരുന്നു. അതിനായിരുന്നു ശരിക്കും എനിക്ക് കിട്ടിയൊരു പ്രചോദനം. അപ്പോൾ ഇവരെ തീർച്ചയായും കൃഷിയിലൂടെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിവിടുത്തെ ആളുകളോട് ഈ കാര്യം സംസാരിക്കുകയും വളരെ മികച്ച പിന്തുണ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കർഷകരുടെയും മറ്റ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ പിന്തുണയാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. അപ്പൊ സാറ് 23 വർഷം വിദേശത്തിലായിരുന്നല്ലോ. അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ ഈ കൃഷിയുടെ? വിദേശത്ത് പോയിട്ട് അങ്ങനെ കാർഷികമായ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും അവിടെ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നാടിനോടും ഈ വീടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അമ്മയോട് തോന്നുന്ന ഒരു അടുപ്പം പോലെ രാജ്യത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ നാടിനൊരു വല്ലാത്ത മമത തോന്നും. അപ്പോൾ മാത്രമാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി എന്താണ്, നാടിൻ്റെ യഥാർത്ഥ സ്വത്വം എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഇതിനെ സ്വാധീനിച്ചിരിക്കാം. അപ്പോൾ ഈ പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ എന്താണ്? ഞാനതിനെ പൊതുപ്രവർത്തനം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സേവനം, ഈ സേവന മനോഭാവം ഞാനൊരു 10ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു സജീവ പങ്കാളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ സേവനത്തിൻ്റെ ഒരു വിത്ത് എൻ്റെ മനസ്സിലേക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അത് 20 വയസ്സായപ്പോൾ ഞാൻ വിദേശത്തേക്ക് പോകുന്നു. അവിടെ ഒരു 23 വർഷം കഴിയുന്നു. തിരിച്ചിവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു വിത്ത് മുളച്ച് ശരിക്കും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ സേവനം മനോഭാവമുള്ള ആളുകൾക്ക് ഇത് വിത്ത് തന്നെ വളമായി തീരുന്നൊരു സാഹചര്യം ഇതിനകത്തുണ്ട്. നമ്മൾ കൊടുക്കുന്നത് തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും പ്രചോദനമാവുക. കാരണം അർഹതപ്പെട്ട ആളുകൾക്ക് ആ ആനുകൂല്യം എത്തിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സംതൃപ്തി, അതിനെ നന്ദി എന്നോ വേണമെങ്കിലും വിളിക്കാം, പക്ഷേ അവരുണ്ടാകുന്ന സംതൃപ്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രചോദനമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഞാൻ വാർഡ് മെമ്പർ ആവുന്നതിന് മുമ്പ് തന്നെ 6 വർഷത്തോളം ഈ നാടുമായിട്ട് ഇടപഴകി ചേർന്ന് പ്രവർത്തിക്കുകയും പല സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നാടിൻ്റെ ഒരു പൊതുവികാരം അനുസരിച്ചാണ് ഞാൻ മത്സരിച്ചതും ആളുകളൊന്നും അന്ന് വരെയുള്ള ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വിരുദ്ധമായി അവരെനിക്ക് വോട്ട് തരികയും ചെയ്തത്. അത് തന്നെ എനിക്ക് അവരോടുള്ളൊരു വലിയ കടപ്പാടായിരുന്നു. ആദ്യം തന്നെ ഫസ്റ്റ് വാർഡ് മെമ്പർ ആദ്യമായിട്ട്. അതെ. അപ്പോൾ സാർ ആദ്യം തന്നെ വാർഡ് മെമ്പർ ആയിട്ട് ജയിച്ചു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് സാർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഈ ആദ്യത്തെ പ്രാവശ്യം തന്നെ ജയിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താ പറയുക, അതൊരു അധികാര സ്ഥാനത്തെത്തുക എന്നുള്ള തലത്തിൽ ഞാൻ എടുത്തിട്ടില്ല. എന്നെ പഠിപ്പിച്ചത് ഞാൻ പഠിച്ചതുമൊക്കെ ഇത് അധികാരമല്ല, ചുമതലയാണ്. നമ്മളിൽ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ഏകദേശം വോട്ട് ചെയ്തതിലൊരു 65% ആളുകൾ എന്നിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ ചുമതലയെ ഏറ്റവും കാര്യശേഷിയോടെ ഇവിടുത്തെ ആളുകൾ അർഹിക്കുന്ന, അല്ലെങ്കിൽ അവർ കൂടി അംഗീകരിക്കുന്ന തരത്തിൽ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാം, എന്തെല്ലാം മാറ്റം കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ചിന്ത. അക്കാര്യത്തിൽ ഞാൻ തൃപ്തനാണ്. ഒപ്പം എന്നെ വിജയിപ്പിച്ചവർക്കും ആ തൃപ്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അപ്പോൾ ഈ വാർഡിൽ 5 വർഷമായിട്ട് സർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഈ 5 വർഷം കൊണ്ട് എൻ്റെ വാർഡിൽ സമഗ്രമായ വികസനം എന്ന് തന്നെ പറയാം. അത് വെറുതെ അലങ്കാരത്തിന് പറയുന്നതല്ല. കൃത്യമായും റോഡ് വികസനത്തിലാണെങ്കിലും, ഇപ്പോൾ കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളാണെങ്കിലും, കുട്ടികളെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണെങ്കിലും എല്ലാ തരത്തിലും അതൊരു വാർഡ് മെമ്പർ എന്നതിനുപരി ഒരു പൊതുപ്രവർത്തകനായിട്ട് നിന്നുകൊണ്ട് എല്ലാ മേഖലകളിലും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുടുംബശ്രീ ഏറ്റവും ഈ വാർഡിലെ അണ്ടർകുണം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കീഴാവൂർ വാർഡ് തന്നെയായിരിക്കും. ഇവിടുത്തെ അണ്ടർകുണം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരുള്ളതും കൃഷിയുള്ളതും എവിടെയെന്ന് ചോദിച്ചാൽ അത് കീഴാവൂർ വാർഡിലാണ്. ഏറ്റവും മികച്ച വികസനം, മാതൃകാപരമായ വികസനങ്ങൾ, അത് റോഡ് ആകട്ടെ കുളമാകട്ടെ വികസനങ്ങൾ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കീഴാവൂർ വാർഡിലാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ പിന്നെ ഏറ്റവും മികച്ച കുട്ടികളുടെ കൂട്ടായ്മ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇവിടെയാണ്. വയോജന കുടുംബശ്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ വാർഡിലാണ്. ഇതൊക്കെ കണക്കുകളാണ്, ഭാവനയിൽ പറയുന്നതല്ല. അപ്പോൾ ഇതൊന്നും എൻ്റെ മാത്രം പ്രയത്നം കൊണ്ട് സാധിച്ചതല്ല. ഇവിടുത്തെ ആളുകൾ അതൊക്കെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനൊരു നേതൃത്വം മാത്രമാണ് ഞാൻ കൊടുത്തത്. ബാക്കി മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വയോജനങ്ങൾ, ഒപ്പം കുട്ടികൾ, രക്ഷിതാക്കൾ, ഇവിടുത്തെ ഇതര രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും കൂടെ സഹകരണമാണ് ഇങ്ങനൊരു വലിയ നേട്ടത്തിന് എനിക്ക് അഭിമാനിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. പിന്നെ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ഇനി എനിക്കായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഏകദേശം അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നല്ല മാതൃക സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഒരു ജനപ്രതിനിധിക്ക്, ഈ വാർഡിൽ വരുന്ന ജനപ്രതിനിധിക്ക് അത് വലിയൊരു ടാസ്ക് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മാതൃക ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തിൽ സജീവമായിരുന്നു? ഏതെങ്കിലും പാർട്ടി ബയസോ അങ്ങനെ? വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയമായിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമാകുകയോ ഒന്നും ചെയ്തിരുന്നില്ല. കോളേജിലോ സ്കൂളിലോ ഇല്ല. പക്ഷേ രാഷ്ട്രീയം എന്നുള്ളതിനെ പലപ്പോഴും ഇങ്ങനെ അതിന് ചില വിശദീകരണങ്ങൾ ആളുകൾ കൊടുക്കുന്ന. രാഷ്ട്രീയം എന്നാൽ അത് രാഷ്ട്രീയ കക്ഷികൾ എന്ന തരത്തിലാണ്. പക്ഷേ ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായും എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഭാഗമായി സേവന പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. അല്ലാതൊരു കക്ഷി രാഷ്ട്രീയം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ സാറിനൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അതല്ലാതെ 23 വർഷം വിദേശത്തിലുമായിരുന്നു. എന്നിട്ടാണ് ഈ സൊസൈറ്റി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ രാഷ്ട്രീയം, പൊളിറ്റിക്സ് അതിലോട്ടാണ് ഇറങ്ങുന്നത്. സോ അങ്ങനത്തെ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പൊതുവിൽ പറയാറുണ്ട്, രാഷ്ട്രീയം 2 തരത്തിലുണ്ട്. ആശയ രാഷ്ട്രീയവും ആമാശയ രാഷ്ട്രീയവും. സ്വന്തമായി തൊഴിലില്ലാതെ അവനവന് ജീവിക്കാൻ ആവശ്യമായ ഒരു വരുമാന മാർഗമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവൻ അത് എത്ര വലിയ ആദർശവാനായാലും ക്രമേണ അദ്ദേഹം ആമാശയ രാഷ്ട്രീയത്തിലേക്ക് കാല് ഇടറി വീഴും. അതേസമയം അവനവന് ജീവിക്കാൻ, അവനവൻ്റെ കുടുംബം സംരക്ഷിക്കാനും സ്വന്തം കാര്യത്തിൽ നിലനിൽക്കാൻ വേണ്ടി സ്വന്തമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നവൻ മാത്രമേ അത് കഴിഞ്ഞുള്ള സമയം ഈ രാഷ്ട്ര സേവനത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെയുള്ള ആളിന് മാത്രമേ ആദർശ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ 23 വർഷം ഗൾഫിലുണ്ടായിരുന്നുവെങ്കിലും ഗൾഫിൽ നിന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അത് സേവന രംഗത്താണെങ്കിലും കുടുംബപരമായൊക്കെ ചെയ്യാൻ സാധിച്ചു. പക്ഷേ വലിയൊരു മിച്ച ബഡ്ജറ്റൊന്നുമില്ലാതെ ആണ് തിരിച്ചെത്തുന്നത്. അത് കഴിഞ്ഞ് ജീവിക്കാൻ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. അപ്പോൾ എൻ്റെ ഉപജീവന മാർഗവും എൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗവും ഡ്രൈവിംഗ് സ്കൂളാണ്. പിന്നെ ഈ കൂട്ടത്തിൽ സ്വയം പുകഴ്ത്തലാന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാം, അങ്ങനെ സ്വന്തം വരുമാനം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് 8200 രൂപ വീതം എനിക്ക് 5 വർഷവും, അതിനിപ്പോൾ 2 മാസം കൂടി ബാക്കിയുണ്ട്, ബാക്കി മുഴുവൻ മാസവും കിട്ടിയ എൻ്റെ മുഴുവൻ പൈസയും പ്രത്യേകമായ ഒരു അക്കൗണ്ടിലേക്ക് സൂക്ഷിച്ച് ആ പൈസ മുഴുവൻ ഞാൻ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത്. അതെന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായി വേറൊരു വരുമാനം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ പൈസ പോരാതെ വരുമ്പോൾ മറ്റൊരു പൈസ കണ്ടെത്താൻ നമ്മൾ സ്വാഭാവികമായും ശ്രമിക്കേണ്ടി വരും. താങ്ക്സ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ എത്ര വലിയൊരാളായാലും ഒരു സ്ത്രീകളുടെ ഒരു ആരോപണത്തിൽ പെട്ടാൽ പിന്നെ അതിനുശേഷം
അവരുടെ ഒരു പൊസിഷൻ അത് പോകുന്നതാണ്. അത് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ നാരീസങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമാണ് എന്നാണ്, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ ഇപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാവരും മറ്റൊരു തരത്തിൽ വക്രീകരിച്ച് കാണുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ സ്ത്രീകളെയൊക്കെ ടൂൾസുകളായി ഉപയോഗിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ സാഹിത്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ആളുകൾ പറഞ്ഞത് സ്ത്രീയെ എപ്പോഴും പ്രദർശന വസ്തുവാക്കി മാറ്റുന്നു, സ്ത്രീകളെ എന്താണ് പിന്നോട്ട് മാറ്റി നിർത്തുന്നു, അധികാരസ്ഥാനത്ത് എത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന ആളുകൾ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്താനും രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കാനും ഈ സ്ത്രീകളെ തന്നെ ടൂൾസായി ഒരു ഉപകരണമായി ഉപയോഗിക്കുന്ന ഒരു മോശം പ്രവണതയുണ്ട്. പിന്നെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും പത്രങ്ങൾക്കുമൊക്കെ അവർക്കും എല്ലാം ആളുകളെ കൂടുതൽ ശ്രദ്ധിപ്പിക്കുന്ന ഒരു വാർത്ത അതിനകത്തൊരു സ്ത്രീ കഥാപാത്രം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു കണക്കിനെടുത്താൽ സ്ത്രീകളെ അവഹേളിക്കൽ തന്നെയാണ്. സ്ത്രീയെ ഏത് തരത്തിലാണോ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് ആ തരത്തിൽ തന്നെ സ്ത്രീയെ അപമാനിക്കുക കൂടി ചെയ്യുകയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അവിടെ ഒരാൾ സ്ത്രീക്ക് ഒരു പീഡനം അനുഭവപ്പെടുന്നത് സ്ത്രീ ആയാലെന്താ പുരുഷനായാലെന്താ, ഒരു വ്യക്തിയാൽ മറ്റൊരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനാണ് പ്രസക്തി. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീയും പുരുഷനും തുല്യരാണ്, തുല്യ പങ്കാളിത്തമാണ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം എന്താ? ഒരു വ്യക്തിയിലൂടെ മറ്റൊരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ടാൽ അത് ക്രൈം തന്നെ. അത് സ്ത്രീ ആയാലെന്താ പുരുഷനായാലെന്താ. പക്ഷെ സ്ത്രീ എന്ന വാക്ക് വീണ്ടും വീണ്ടും ഈ സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാർ, മീഡിയകൾ ഉപയോഗിക്കുന്നത് അവരെ യൂസ് ചെയ്യുന്നു. അതാണ് ദുരുപയോഗം. കൃത്യമായി അതാണ് ദുരുപയോഗം. ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ പങ്കാളിയെ, അതായത് മറ്റൊരു സഹപ്രവർത്തകനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ അതൊരു വാർത്തയല്ല. പക്ഷെ അത് സ്ത്രീയാണെങ്കിൽ പെട്ടെന്ന് വാർത്തയാകുന്നു. അങ്ങനെ പാടില്ല. എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നിടത്ത് തന്നെ ഈ വിവേചനം നിലനിൽക്കുന്നുണ്ട്. അതിനെയും കാലങ്ങൾ കൊണ്ടൊരു പക്ഷേ മാറുമായിരിക്കാം. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അടുത്ത കാലം വരെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ മരണപ്പെട്ടു. ഞാൻ, ഭാര്യ, 2 മക്കൾ, ജ്യേഷ്ഠൻ, ജ്യേഷ്ഠത്തി, അവർ 2 മക്കൾ, അവരുടെ മക്കൾക്ക് 2 മക്കൾ. അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. ഇത്രയും കുറച്ച് ടൈമിൽ നമ്മുടെ ഗുരുപ്രിയ ടിവിക്ക് ഒരു ഇന്റർവ്യൂ തന്നതിന് സാറിനൊരു വലിയൊരു താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഗുരുപ്രിയ ചാനലിലൂടെ എൻ്റെ ഈ കൊച്ചുനാട് കീഴാവൂർ വാർഡ് നാടറിയുന്ന മാലോകരറിയുന്ന ഒരു തരത്തിലേക്ക് എത്തിക്കാനുള്ള സഹായം ചെയ്തതിനും ഇങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനൊരു മനസ്സ് കാണിച്ചതിനും ഗുരുപ്രിയ ടിവിക്കും എൻ്റെ നന്ദി.